തിരുവനന്തപുരത്ത് പോകണേ. ആ പോകുന്ന വഴിയരിക്കുന്നുണ്ട് അവിടെ ബിരിയാണി. ആദ്യം ഒരിടത്ത് കണ്ടു 80 രൂപ, ഇവിടെ ഇപ്പം 60 രൂപ ചിക്കൻ ബിരിയാണി. അപ്പം ക്വാണ്ടിറ്റി ഒക്കെ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, എങ്കിലും നോക്കാം. മീറ മറിയത്തിന് മാത്രമല്ല ഉള്ളൂ. അപ്പം കുഞ്ഞിന് മേടിച്ചിട്ട് നമ്മളൊക്കെ വലിയ വലിയ ഹോട്ടലിൽ കയറി 2000 3000 രൂപ കൊടുത്ത് ഫുഡ് കഴിക്കുന്നു. ചിലപ്പം ചെറിയ എന്തെങ്കിലും ആയിരിക്കും മേടിക്കുന്നത്. എങ്ങനെ പോയാലും 1500 രൂപ 2000 രൂപ ആവും രണ്ടുപേര് കഴിച്ചിറങ്ങുമ്പോഴത്തേന്. ഇതുപോലുള്ള വഴിയേരിയിൽ കൊണ്ടുവെക്കുന്ന പാവങ്ങളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരെ എങ്ങും പിടിച്ചു പറിക്കാനോ ഒന്നും പോകാതെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവെക്കുന്ന ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള ഇതേപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സഹായിക്കണം. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബാധ്യത കേട്ടോ. ബിരിയാണി ഒരെണ്ണം 60 മതി. 100ന്റെ 60ന്റെ എന്ത് വ്യത്യാസം? ഫ്രൈ ചെയ്തത് ഈ ദം ബിരിയാണിയുടെ കൂടെ എക്സ്ട്രാ ഫ്രൈ ഉണ്ടാവും. ഫ്രൈ ചെയ്തുകൂടെ? ഇതാകുമ്പോഴോ ഫ്രൈ ഉണ്ടാവില്ല, ദം പീസ് മാത്രമേ. എത്ര പീസോ? ഒരു പീസോ? ഇത് എടുക്കാം അല്ലേ? ഇത് തന്നാ മതി. എന്തായാലും ഫ്രൈഡ് ഉള്ളേ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, കൂടുതൽ രണ്ടുപേര് കഴിക്കാനുള്ളതുണ്ട്. ഇങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരെണ്ണം മതി. നമ്പർ പറഞ്ഞു അല്ല, ഞാൻ പൈസ തരാമോ? ഞാൻ പത്തനംതിട്ട. ഞങ്ങളൊരു ഓൾ കേരള ട്രിപ്പില്ല, അപ്പൊ അങ്ങനെ വന്നു. തിരുവനന്തപുരം കൂടെ ഉള്ളൂ. ട്രിപ്പെല്ലാം നല്ല ഹാപ്പി ജോളി ആയിരിക്കട്ടെ. താങ്ക് യു. നൗഷാദ്. ഓക്കെ. നമ്മളെ ഇതേപോലുള്ള പാവങ്ങളെ സഹായിക്കണം. ഇതേപോലുള്ള ആൾക്കാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നല്ല മനുഷ്യർ, നല്ല സ്നേഹമുള്ള നല്ല ആൾക്കാർ. എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പം എനിക്കൊരു ചെറിയ ആശങ്കയാണ്. പക്ഷേ തിരുവനന്തപുരത്തുകാർ നല്ല മനുഷ്യരാട്ടോ. സ്നേഹിക്കാൻ മനസ്സുള്ള ആൾക്കാരൊക്കെ തിരുവനന്തപുരംകാർ. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാവുന്നത്. നമ്മൾ ഒരാളോട് എങ്ങനെ ഇടപഴകുന്നു അതുപോലെയാണ് ആൾക്കാർ തിരിച്ച് ഇടപഴകുന്നത്. അപ്പം ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വഴിയരികിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കണം. സൈനിങ് ഓഫ്, നൗഷാദ്.